ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണത്തിനിടെ പ്രതിഷേധം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ എംഎൽഎയെ വേദിയിൽ ഇരുത്തിയതിനെ തുടർന്ന് യുഡിഎഫ് അംഗങ്ങളും നേതാക്കളും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ബുധനാഴ്ച രാവിലെയാണ് LDF ഭരിക്കുന്ന ഉദുമ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ഇതിനിടയിൽ തന്നെ ക്ഷണിതാവായ കല്യോട്ടെ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ ഉദുമ എംഎൽഎയും CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ വേദിയിലെത്തിയിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചതോടെയാണ് പ്രതിഷേധമറിയിച്ച് UDF അംഗങ്ങളും നേതാക്കളും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. ബജറ്റിന് തങ്ങൾ എതിരില്ലെന്നും എന്നാൽ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളോടൊപ്പം ഇരിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ടാണ് തങ്ങൾ വാക്കൌട്ട് നടത്തിയതെന്നും പുറത്തിറങ്ങിയ നേതാക്കൾ കാസർഗോഡ് വിഷനോട് പറഞ്ഞു. ഉദുമ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് അവതരണ യോഗമാണ് നടന്നിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിലുള്ള ന്യൂനതകൾ മറ്റും ചൂണ്ടിക്കാണിക്കുന്ന ഒരു യോഗമല്ല ഇത്. ഈ യോഗത്തിൽ കല്യോട്ട് ഇരട്ടക്കൊലപാതക കേസിലെ മുൻ MLA ആയ KV കുഞ്ഞിരാമനെ ഈ യോഗത്തിൽ സംബന്ധിപ്പിക്കുകയും വേദിയിലിരുത്തി ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്താൻ വിളിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ UDFൻ്റെ അംഗങ്ങളും നേതാക്കന്മാരും ഇന്നത്തെ ഈ ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. ഈ ബഡ്ജറ്റ് അവതരണം എന്ന് പറയുന്നത് ഒരു കരട് മാത്രമാണ്. അടുത്ത് നടക്കുന്ന ഭരണസമിതി യോഗത്തിലാണ് ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് പുതിയ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇതിന് ഫൈനൽ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ഇത് ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ബഡ്ജറ്റിനെതിരാണ്, വികസനത്തിനെതിരാണ് എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ഒരു കൊലക്കേസ് പ്രതിയെ ഔദ്യോഗികമായി ഒരു ചടങ്ങിൽ സംബന്ധിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. എന്നാൽ പിന്നീട് സ്ഥലത്തെത്തിയ ഇതേ കേസിൽ ശിക്ഷിക്കപ്പെട്ട കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ K മണികണ്ഠനെ കൂടി വേദിയിലിരുത്തി ബജറ്റ് അവതരണ യോഗം തുടരുകയും ചെയ്തു. അതേസമയം ക്ഷണിച്ചാൽ ഇനി അങ്ങോട്ടും പഞ്ചായത്തിന്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമെന്നുള്ള തന്റെ നിലപാട് അറിയിച്ചുകൊണ്ടാണ് KV കുഞ്ഞിരാമൻ തന്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മറ്റൊരു അവിശുദ്ധമായ രാഷ്ട്രീയ സഖ്യം ഉണ്ടാവില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന അല്ലാത്ത ചില റെസ്വാൻസുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരെയും ചേർത്ത് പിടിച്ച് കക്ഷി രാഷ്ട്രീയ പരിഗണനകളൊന്നും നോക്കാതെ നാടിന്റെ പൊതുവായ വികസനത്തിന് നല്ല സംഭാവന നൽകി ഈ നാടിനെ കൃത്യമായി നയിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിന്റെ ഭാഗമായി ഉദുമ പഞ്ചായത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ച ഒരു പ്രവർത്തന കാലമാണ് കടന്നത്. കാർഷിക മേഖലയ്ക്കും ടൂറിസം വികസനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് പഞ്ചായത്തിന്റെ ഇത്തവണത്തെ ബജറ്റ്. 42,04,72,181 രൂപ വരവും 38,72,85,888 രൂപ ചെലവും 3,31,86,293 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ അവതരിപ്പിച്ചത്. അടിസ്ഥാന പശ്ചാത്തല സേവന കാർഷിക വ്യാവസായിക മേഖലകളിലെ വികസനം സാധ്യമാക്കും. പഞ്ചായത്തിലെ മുഴുവൻ വയലുകളും സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കും. ഉൽപാദന മേഖലയ്ക്കായി 96,83,900 രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ടൂറിസം വ്യവസായത്തെ ഉപയോഗപ്പെടുത്തി പ്രാദേശിക സാമ്പത്തിക വികസനവും തൊഴിൽ ലഭ്യതയും ഉറപ്പാക്കും. ഉദുമ ബീച്ച് ടൂറിസം പദ്ധതിയുടെ 2ാം ഘട്ടത്തിനായി 1 കോടി രൂപയും വിസ്മയതീരം പദ്ധതിക്കായി 1 ലക്ഷം രൂപയും വകയിരുത്തി. ഭവന നിർമ്മാണത്തിനായി 4,74,79,000 രൂപയാണ് നീക്കിവെച്ചത്. നമ്മുടെ പഞ്ചായത്തിന്റെ വസ്തുനികുതി വരുമാനത്തിന്റെ 25% ടൂറിസം വ്യവസായത്തിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ട റിസോർട്ടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഈ വ്യവസായത്തെ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വരുമാനം ലഭ്യമാകുന്ന തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അതുവഴി പ്രാദേശിക സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമാണ് 2025-26 ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി ക്ഷേമ പദ്ധതികൾക്കായി 88,10,000 രൂപയും ആരോഗ്യമേഖലയ്ക്ക്
87,86,400 രൂപയും ശുചിത്വത്തിനായി 77 ലക്ഷം രൂപയും നീക്കിവെച്ചു. കുടിവെള്ളം, ശുചിത്വം, പ്രകൃതി സംരക്ഷണ മേഖലകൾക്കായി 1,84,55,000 രൂപയും, കടലറിവ് മ്യൂസിയം പദ്ധതിക്കായി 80 ലക്ഷം രൂപയും, ഞെക്ലി ശലഭോദ്യാനം പദ്ധതിക്കായി 10 ലക്ഷം രൂപയും, ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി 3,60,000 രൂപയും വകയിരുത്തി. 3,67,22,500 രൂപയാണ് പശ്ചാത്തല മേഖലയ്ക്കായി നീക്കിവെച്ചത്. പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം സാധ്യമാക്കും. ഇതിനായി വിദ്യാഭ്യാസം, കായികം, യുവജനക്ഷേമം എന്നിവയ്ക്ക് വേണ്ടി 28,04,000 രൂപയും നീക്കിവെച്ചു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം കെ വിജയൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി സുധാകരൻ, സൈനബ അബൂബക്കർ, ആസൂത്രണ സമിതി ചെയർമാൻ പി കുമാരൻ തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മാധ്യമപ്രവർത്തകരും സംബന്ധിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി എസ് ടി കിരൺ ചന്ദ് സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ബി വി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.